കോട്ടയത്തെ നവജാത ശിശുക്കളെ കടത്തുന്ന സംഘം പ്രവർത്തിക്കുന്നുവെന്ന് പരാതി. ഈരാറ്റുപേട്ട തീക്കോയി കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗർഭിണികളെ എത്തിച്ച് പ്രസവം കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളെ മറിച്ചു വിൽക്കുന്നു എന്ന ഈ സംഘത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷിനോജ് എസ് ടി വിവരങ്ങൾ നൽകും നമുക്കായി. ഷിനോജ്, ഗുഡ് മോർണിംഗ്. വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ, അത് പ്രവർത്തിക്കുന്നു എന്നതിന് തെളിവായി ഈ പരാതി പറയുന്നവർ എന്താണ് നൽകുന്ന വിവരങ്ങൾ? മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഞെട്ടിക്കുന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏകദേശം ഒരു 1.5 വർഷം മുൻപാണ് ഇപ്പോൾ ഈ കാണുന്ന പെൺകുട്ടി, അസം സ്വദേശിയാണ്, 22 വയസ്സാണ് പ്രായം. ഇവൾ പ്രസവിച്ചതിന് ശേഷം വീണ്ടും ഉടൻ തന്നെ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും ഗർഭിണിയായ സമയത്ത് അസമിലുള്ള ഭർത്താവും ഒപ്പം തന്നെ മാതാപിതാക്കളൊക്കെ തന്നെ ഇവരെ അത് കുഞ്ഞ് അത് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ സമ്മതിച്ചില്ല. തുടർന്ന് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് ഈ പ്രസവം നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും അത്തരത്തിൽ ഏജൻസി ഉണ്ടോ, അങ്ങനെ ഏതെങ്കിലും ഷെൽട്ടർ ഹോം ഉണ്ടോ എന്ന തരത്തിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഗൂഗിളിലുമൊക്കെ തന്നെ സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയ ഒരു പേരിൽ അതുമായി ബന്ധപ്പെട്ടവർ മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജിന് തിരിച്ച് കോട്ടയത്ത് നിന്ന് ഒരു മെസ്സേജ് അങ്ങോട്ട് പോകുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഇത്തരത്തിൽ ഈരാറ്റുപേട്ടയ്ക്ക് അടുത്തുള്ള തീക്കോ എന്ന സ്ഥലത്തേക്ക് വരാൻ പറയുന്നു. ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ ഇവർക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഈ അസം സ്വദേശിയായ 22 വയസ്സുള്ള ഇവർ കേരളത്തിലേക്ക് എത്തുന്നു, കോട്ടയത്തേക്ക് എത്തുന്നു, തീക്കോയിലേക്ക് എത്തുന്നു. അവിടെ ഏകദേശം ഒരു 10 ദിവസം മുൻപാണ് അവർ അവിടേക്ക് എത്തുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 16-ാം തീയതിയാണ് അവർ അവിടേക്ക് എത്തുന്നത്. അവിടേക്ക് എത്തി അതിനുശേഷം അവിടെ 2 സ്ത്രീകൾ സമാനമായ രീതിയിൽ ഗർഭിണികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ അതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രസവം കഴിയുമ്പോൾ കുട്ടിയെ അവർക്ക് നൽകണം, 3 ലക്ഷം രൂപ നൽകും എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഈ അസം സ്വദേശി നമുക്കൊപ്പം ചേരുന്നുണ്ട്. वहाँ पे वो लोग पहले इंस्टाग्राम से सबको ढूंढते हैं, ऐसे लड़कियों को ढूंढ के फिर मैसेज करते हैं उनको, फिर मैसेज करके उनको ऐसा बोलते हैं कि हम आपको इतना पैसा देंगे, आप आ जाइए हमारे यहाँ पे। 3 लाख 4 लाख जिसको जितना बोल सके। मुझे 3 लाख बोला कि आ जाओ, हम आपको देंगे। बट मैं उस टाइम मुझे शेल्टर चाहिए था, इसलिए मैं आ गई। मुझे लगा मैं बेबी डिलीवरी करूँगी, चली आऊँगी। बट वहाँ जाने के बाद मुझे एग्रीमेंट साइन करने को बोला, तब मैंने मना कर दिया। एग्रीमेंट साइन करूँगी तो बेबी देना ही पड़ेगा, तो इसलिए मैं डर गई, उनको मना कर दिया। तो उन्होंने मुझे मारा, बहुत मारा, पीठ पे मारा, पैर में मारा। और फिर मारने के बाद मैंने जब 2 दिन तक रूम में बंद रही। उसके बाद उन्होंने बोला कि मतलब एग्रीमेंट में साइन करो या चले जाओ। तो मैं भाग गई उधर से। भागने के बाद उन लोगों ने बैग सब दिया। मैं फिर उधर से अकेले जाने लगी। तभी लोग ने देखा मैं जा रही हूँ, तो वो लोग रो रही थी। तो वो लोग ने पुलिस बुलाया, फिर जाके मैं शेल्टर होम में आई. ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് ചില സംശയങ്ങളൊക്കെ തന്നെ അവർക്ക് തോന്നുന്നത്. തുടർന്ന് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമം നടത്തി. തുടർന്ന് ആ സമയത്ത് അവരെ മർദ്ദിക്കുകയൊക്കെ തന്നെ ചെയ്തു. തുടർന്നാണ് 112-ൽ വിളിച്ച് പോലീസിനൊക്കെ തന്നെ ബന്ധപ്പെടുന്നത്. തുടർന്ന് പോലീസാണ് നിലവിൽ ഇപ്പോൾ കോട്ടയം ഗാന്ധിനഗർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാന്ത്വനം എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഇവരേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്കിപ്പം ഈ ട്രസ്റ്റിൻ്റെ ആളുകൾ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഇവരെ എത്ര ദിവസം മുമ്പാണ് ഇവിടെ എത്തിച്ചത്? ഇവരെ മിനിയാന്ന് വൈകിട്ട് 6 മണിക്ക് ഈരാറ്റുപേട്ട പോലീസ്. അതെ അല്ല, പോലീസിൻ്റെ മുമ്പ് വെച്ച് തന്നെ ചോദിച്ചു പറഞ്ഞത് അവരെല്ലാ കാര്യങ്ങളും. വേറെയും സ്ത്രീകൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ 2 സ്ത്രീകളുണ്ടായിരുന്നു പറഞ്ഞു. ഒരാൾ ഗർഭിണിയാണ്, ഒരാൾ പ്രസവം കഴിഞ്ഞ ആളാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ സ്ത്രീ പോയി. പിന്നെ ആ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ അവർ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയായിരുന്നു. സ്കാൻ ചെയ്ത് വന്നപ്പം കൊച്ചിനെന്തോ പ്രോബ്ലമൊക്കെ ഉണ്ടാവുകൊണ്ട് അവർ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത ആഴ്ച ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു ആൾ വരുന്ന എനിക്കപ്പോൾ കൂട്ടുണ്ടെന്നൊക്കെ ഇവരോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. വേറെ ആൾക്കാർ വരുന്നുണ്ട്. ഇവരത് ബിസിനസ്സായിട്ട് ചെയ്യുന്നതാണ്. അവളവിടെ ഒരു ഫയല് കണ്ടു. അതിനകത്ത് പല സ്ത്രീകളുടെ ഫോട്ടോ ഉണ്ട്, അതിനകത്ത് പിള്ളേരുടെ ഫോട്ടോ ഉണ്ട്. പിന്നെ അവസാനം ഇവർ പറഞ്ഞത് ഇവൾക്ക് ആരുമില്ല, ഇവൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുള്ള ഇവർക്കറിയില്ല. അവർ തമ്മിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഇവൾക്ക് ആരുമില്ല, ഇവളെ നമുക്ക് ദുബായിക്ക് വിടാം എന്ന് പറയുന്ന കേട്ടോ. അപ്പോൾ വർഷത്തിൽ അന്നേരം അവൾ പേടിച്ചതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവൾക്ക് പേടിയായി. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കുഞ്ഞിനെ തരത്തില്ല, പിന്നെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം, അവർ 3 ലക്ഷം രൂപ വരും, അപ്പോൾ കുഞ്ഞിനെ കൊടുക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. അന്നേരം ഇവൾക്ക് പേടിയായി. കുഞ്ഞിനെ കൊടുക്കാൻ ഇവള് മനസ്സില്ല. ഇവള് പറഞ്ഞ് ആദ്യത്തെ പെൺകുട്ടിയാണ്, ഇത് ആൺകുട്ടിയാണെങ്കിൽ ഭർത്താവ് എന്നെ സ്വീകരിക്കും എന്നുള്ളൊരു ഇതാണ്. അതുകൊണ്ട് ഭർത്താവ് സ്വീകരിക്കും ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വിളിച്ച് വരുത്താം, അവിടെ കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്, അവനെ പറഞ്ഞ് മനസ്സിലാക്കി ഒരുമിച്ച് വിടാമെന്നൊക്കെ പറഞ്ഞു.
അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ്. പോലീസിലേക്ക് പരാതി കൊടുത്തു. പോലീസിൽ ഇവിടെ വന്ന 1 മണിക്കൂറിനകം തന്നെ ഇവളെ കൊണ്ട് പരാതി അയച്ചു. പിന്നെ ഹിന്ദിയിൽ അവൾ എഴുതി. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ നമ്മുടെ ലെറ്റർ പാടെ എഴുതി ഈരാറ്റുപേട്ട പോലീസിന് അയച്ചായിരുന്നു. പിന്നെ SP-ക്ക് അയച്ചായിരുന്നു. പോലീസുകാർ അന്വേഷിക്കും. അല്ല, രാത്രിയിലാണ് ഞാൻ ചെയ്തത്. പിന്നെ പിറ്റേ ദിവസം എല്ലാവരും മെയിൽ ഓപ്പൺ ചെയ്യുന്നത്. മൊഴി വല്ല രേഖപ്പെടുത്തിയായിരുന്നു? ഇന്നലെ വന്ന് മൊഴി എടുത്തു. പോലീസ് വന്നായിരുന്നു. ഈരാറ്റുപേട്ട പോലീസ് വന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. പാലാ DYSP-യുടെ കീഴിലാണ്. പാലാ DYSP-ആണ് അന്വേഷണം ചുമതല SP കൊടുത്തിരിക്കുന്നത്. ഈ സംഘത്തിൽ അകപ്പെട്ടു പോയ വേറെ 2 സ്ത്രീകളുണ്ടെന്ന് പറയുന്നു. അവരെ പറഞ്ഞു വിട്ടായിരുന്നല്ലോ. അവരെ പറഞ്ഞു വിട്ടായിരുന്നു. കാരണം ഇവരുടെ വീട്ടിലൊരു ഫർണിച്ചറും ഇല്ലെന്ന് പറഞ്ഞു. തീക്കോയുടെ വീട്ടിൽ ഫർണിച്ചറൊന്നുമില്ല. വലിയൊരു വീടാണ്, പക്ഷേ പല മുറികളുണ്ട്. ഫർണിച്ചറൊന്നുമില്ല. അതുപോലെ ഇവരുടെ എല്ലാം കയ്യിൽ iPhone-ഉണ്ട്. പിന്നെ കഴിക്കുന്നതൊക്കെ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പലപ്പോഴും ഫുഡ് പുറത്തുനിന്ന് വരും, അല്ലെങ്കിൽ ഗ്യാസ് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഇവൾ പറഞ്ഞൊരു കാര്യം, അവൾക്ക് ഉറങ്ങാൻ എന്തോ ഭക്ഷണം അവൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ തല ഇറങ്ങി, പിന്നെ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. അപ്പം പിന്നെ പിറ്റേ ദിവസം മുതൽ വൈകുന്നേരമുള്ള ഭക്ഷണം ഉപേക്ഷിച്ചെന്ന്. അപ്പം അതിനകത്ത് അവരെന്തോ ഇട്ട് തരുന്നുണ്ടെന്ന് നമുക്കൊരു തോന്നൽ. രക്ഷപ്പെട്ടതിന് ശേഷം ഇവരെ ബന്ധപ്പെടാനൊക്കെ ശ്രമം നടത്തിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ നമ്പറിൽ, ഇൻസ്റ്റയിൽ നമ്പറുണ്ടല്ലോ, ഒന്ന് വിളിക്ക്, ഞാനൊരു സ്ഥലത്തെത്തി. അപ്പോൾ പ്രസവിച്ച് കഴിയുമ്പോൾ ഇവർ കൊച്ചുമായിട്ട് തന്നെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. അപ്പം നോക്കിയപ്പം അത് അന്നേരത്തെ തന്നെ അത് ഇവിടെ ബ്ലോക്കാക്കി. ഓക്കെ. എന്തായാലും ഈ വളരെ ഗുരുതരമായ രീതിയിലുള്ളൊരു വാർത്തകളാണ്, വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത്തരത്തിലൊരു സംഘം കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പാലാ പോലീസിൽ നമുക്ക് ഡിവൈഎസ്പിയിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് 2 പേർ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുണ്ട്. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നിലവിൽ അനധികൃതമായി ഇവരെ പാർപ്പിച്ചു എന്ന തരത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമാകും മറ്റ് വകുപ്പുകൾ ഇടുന്ന കാര്യത്തിലൊക്കെ തന്നെ പോലീസ് തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ.